Eat like Prophet Muhammad sallallahu alaihi wasallam. Day 3. Bismillahirrahmanirrahim. Kulu mimma razaqakumullahu halalan tayyiba washkuru bi ni'matillahi in kuntum iyyahu ta'budun. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിലെ 114-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾക്ക് നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് ഹലാലും ത്വയ്യിബുമായവ നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങൾ അല്ലാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുക. എന്താണ് ഹലാലും ത്വയ്യിബും? ആദ്യം നമുക്ക് ഹലാൽ എന്താണെന്ന് നോക്കാം. ഒരുപാട് തെറ്റിദ്ധാരണകൾ അനാവശ്യമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു വാക്കാണ് ഹലാൽ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനറിയാം എന്താണ് ഹലാലെന്ന്. സന്മാർഗത്തിൽ സമ്പാദിച്ച പൈസ കൊണ്ട് വാങ്ങുന്ന ഭക്ഷണം, ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് അറുക്കപ്പെട്ട മാംസം, അതുപോലെ തന്നെ വൃത്തിയും വെടിപ്പുമുള്ള ഭക്ഷണം തുടങ്ങിയ ഒട്ടനവധി നല്ല സവിശേഷതകളുള്ള ഒന്നാണ് ഹലാൽ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലും പല ആയത്തുകളിലും ഹലാൽ എന്ന വാക്കിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വാക്കാണ് ത്വയ്യിബൻ എന്നുള്ളത്. എന്താണ് ത്വയ്യിബൻ എന്നർത്ഥമാക്കുന്നത്? നമ്മൾ പലരും ഹലാൽ കേട്ടിട്ടുണ്ടാകും, എന്നാൽ ത്വയ്യിബ് എന്താണെന്ന് നമുക്ക് പലർക്കും അറിയണമെന്നില്ല. ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിൽ എന്താണ് കൃത്യമായിട്ട് ത്വയ്യിബൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം.